മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന വാർത്ത നിങ്ങൾക്കറിയാം. തോമസ് ആൽഫ എഡിസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോക പ്രശസ്തനായിരുന്നു. ഏതാണ്ട് 1000-ലധികം കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റൻ്റ് ഉള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിലൊക്കെ നമുക്ക് ഈ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുണ്ട്. അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഈ മനുഷ്യനെക്കുറിച്ച് അഭിമാനം ഉണ്ടാകും. 1000 തലമുറയ്ക്ക് കഴിയാനുള്ള പേറ്റൻറ്റുകൾ സ്വന്തമാക്കിയിട്ടാണ് എഡിസൺ കടന്നുപോയത്. എന്നാൽ അതേ എഡിസൻ്റെ പേരിലുള്ള ഒരുത്തനാണ് ഡാർക്ക് നെറ്റ് കച്ചവടം വഴി നമുക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ലഹരി കച്ചവടം ഈ വളരെ ഇൻ്റർനെറ്റിൻ്റെ വളരെ സങ്കീർണമായ സാധ്യതകളോട് നടപ്പിലാക്കാൻ ഈ മൂവാറ്റുപുഴയിൽ എഡിസന് കഴിഞ്ഞു. വളരെ 6 മാസം എടുത്തു നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 280 LSD സ്റ്റാമ്പുകളാണ്. എഡിസനെ കുരുക്കിയതും ഈ സ്റ്റാമ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ LSD ശൃംഖലയായ കണ്ണി ബ്രിട്ടനിലെ ഗുങ്കഡീൻ ആയിരുന്നു. എഡിസനെ LSD അയച്ചിരുന്നത് ഇയാളായിരുന്നു എന്നാണ് വിവരം. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പടർന്ന ഒരു ലഹരി ശൃംഖല സൃഷ്ടിക്കാനായിരുന്നു എഡിസന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ NCB കണ്ടെത്തിയിരിക്കുന്നത്. 24 ബ്രേക്കിംഗുമായി ശ്യാംകുമാർ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ എഡിസൺ ഒരു ചെറിയ മീനിൽ നിന്ന് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ഭീഷണിയാക്കാൻ കഴിയുമായിരുന്ന ഒരു മീനാണ് ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കയ്യിലുള്ളത്. ഗുഡ് മോർണിംഗ്. SKN പറഞ്ഞ പോലെ തന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ ഭീതി ഉണ്ടാക്കാവുന്ന, രാജ്യത്തിന് തന്നെ ഭീഷണിയാകാമായിരുന്ന ഒരു വലിയ ലഹരി കച്ചവടക്കാരനെ തുടക്കത്തിൽ തന്നെ പിടികൂടാൻ സാധിച്ചു എന്നതിൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ വഴിയുള്ളൂ. കാരണം എഡിസന്റെ കയ്യിലിരിപ്പുകൾ ഒന്നും നല്ലതല്ല. അയാളെക്കുറിച്ച് അന്വേഷണം നടത്തിയ NCB സംഘത്തിന് ലഭിച്ച വിവരങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ശേഖരിച്ച വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. ഇയാൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു. ബാംഗ്ലൂർ, പൂനെ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് തന്നെ ഇയാൾ നേരിട്ട് ചെറിയ അളവിൽ ലഹരി കച്ചവടം നടത്തിയിരുന്നു. പിന്നീടാണ് ഡാർക്ക് നെറ്റിൻ്റെ വലിയ സാധ്യത തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ 2 വർഷം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടം നടത്തിയത്. ഇയാളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രം NCB മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 2 മാസമാണ് രഹസ്യമായി താമസിച്ചത്. ഈ താമസത്തിനിടയിലാണ് ഇയാൾ ഒതുങ്ങിയ വീട്ടിനുള്ളിൽ കഴിയുന്നത് സൽസ്വഭാവിയാകാനല്ല, ലഹരി കച്ചവടം 24 മണിക്കൂറും നടത്താനും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ വരാതിരിക്കാനുമാണ് എന്ന് NCB കണ്ടെത്തിയത്. ആ വീടിനുള്ളിൽ വലിയ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെയാണ് ഇയാൾ ഒരുക്കിയിരുന്നത്. അതുപയോഗിച്ചായിരുന്നു ഇയാളുടെ ഏറ്റവും വലിയ ലഹരി കച്ചവടം നടന്നിരുന്നത് അതിലൊരു ഞെട്ടിക്കുന്ന വസ്തുത. SKN ഈ ചോദ്യം ചെയ്യൽ സമയത്ത് ഇയാളുടെ വീട്ടിലെത്തിയ ഈ NCB സംഘം ആദ്യം തന്നെ ഈ വീട്ടിൽ ഇയാളുടെ കോഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാൾ പേടിച്ചു. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ലഹരി കണ്ടെത്തുകയും ഇയാൾ എല്ലാ കാര്യവും സമ്മതിക്കുകയും ചെയ്തത്. ഈ കോവിഡിൻ്റെ സമയത്ത് ഇയാൾ ആലുവയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നു. ആ റെസ്റ്റോറൻറ്റ് കേന്ദ്രീകരിച്ചു അന്ന് ലഹരി കച്ചവടം നടന്നതായിട്ട് NCB കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീടാണ് ഇയാൾ ഈ പണി നിർത്തി വീട്ടിൽ വൻതോതിൽ ലഹരി കച്ചവടം ആരംഭിച്ചത്. ഒരു കാരണവശാലും കെറ്റാമെലോൺ എന്ന പേര് പുറത്തു വരില്ല എന്നാണ് കരുതിയത്. പക്ഷേ വീട്ടിലെത്തിയ NCB സംഘം ആദ്യം കെറ്റാമെലോൺ ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ എഡിസൺ പേടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ഞെട്ടി എന്നുള്ളതാണ് ഈ NCB സംഘം പറയുന്നത്. പിന്നീടാണ് ഇയാളിലേക്ക് കൃത്യമായി എത്താൻ ആരംഭിച്ചത് SKN. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ LSD കച്ചവടക്കാരനായ CUസുമായി ബന്ധമുള്ള ബ്രിട്ടനിലെ ഗുങ്കാഡീൻ, അതൊക്കെ ഈ ലഹരി കച്ചവടത്തിലെ വലിയ ക്രിമിനലുകളാണ്. അങ്ങനെയുള്ള ഗുങ്കാഡീനുമായി ഡയറക്റ്റ് ഡീൽ ചെയ്തിരുന്ന ഇന്ത്യയിലെ ഒരേയൊരു ലഹരി കച്ചവടക്കാരനാണ് എഡിസൺ എന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിൽ 3ാമത്തെ പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. അയാൾ വാഗമൺ സ്വദേശി ഡിയോൾ എന്നാണ് ഈ പ്രതിയുടെ പേര്. ഈ കേസിൽ അറസ്റ്റിലായ എഡിസണും അരുണിനും പുറമെയാണ് 3ാം പ്രതി ഡിയോളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് തിങ്കളാഴ്ചയാണ് എഡിസനെ പിടികൂടുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച വരെ ഇയാൾ പാഴ്സൽ മാർഗം ലഹരി വിൽപ്പന നടത്തി അയച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് ചേലാട് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഇയാൾ ഈ ലഹരി അയച്ചത് എന്നുള്ള വിവരവും കണ്ടെത്തിയിരുന്നു. ഈ എഡിസന്റെ മുറിയിലാണ് ഈ ലഹരി കച്ചവടത്തിന് വേണ്ടി വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. ഇയാളുടെ കുടുംബത്തിന് പോലും അറിയാത്ത രീതിയിൽ ത്രാസുകളും മയക്കുമരുന്നും, 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് ആ മുറിയിൽ നിന്നും പിടികൂടിയത്. ത്രാസുകളും മയക്കുമരുന്നും മറ്റ് സംവിധാനങ്ങളും ഒക്കെയായി ഒരു വലിയ അധോലോകം സ്വന്തം മുറിയിൽ തന്നെ ഇയാൾ കെട്ടിപ്പൊക്കിയിരുന്നു. ഇന്ത്യയിൽ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് NCB അറസ്റ്റ് ചെയ്ത എഡിസൺ രാജ്യാന്തര തലത്തിൽ ഒരു മയക്കുമരുന്ന് ശൃംഖല ഉണ്ടാക്കാനുള്ള കണ്ണിയായിട്ട് അവർ NCB സംശയിക്കുന്നുണ്ട്.